ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ പഞ്ചാബിൽ നിന്ന് വരുന്ന വ്ളോഗൊക്കെ എല്ലാവരും കണ്ടോ? അന്നത്തെ വ്ളോഗിൻ്റെ കണ്ടിന്യൂസ് ആണ് ഈ വ്ളോഗ്. പഞ്ചാബിൽ നിന്ന് നമ്മൾ ചെന്നൈയിലേക്ക് വന്നു. അവിടെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വ്ളോഗാണിത്. സോ ഈ വ്ളോഗിൽ നമ്മൾ ചെന്നൈയിൽ കുറച്ച് പ്ലേസസ് കാണുന്നുണ്ട്, പിന്നെ നല്ല ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഈ വ്ളോഗിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സോ വീഡിയോ മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യരുത്. സോ നമ്മളിപ്പോൾ ഇഗ്മോ സ്റ്റേഷനിലാണുള്ളത്. അവിടെ നമ്മളൊരു ഫസ്റ്റ് നമുക്ക് ചെന്നൈ സെൻട്രലിലേക്ക് പോകണം. അപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് ചെന്നൈ സെൻട്രലിലേക്ക്, MGR സെൻട്രലിലേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു, നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ രാംരാജ് കോട്ടൺ മുണ്ടുകളിൽ കടയൊക്കെ കണ്ടു. ദെൻ നമ്മളവിടെ നിന്ന് നേരെ പോയത് ക്ലോക്ക് റൂമിലേക്കായിരുന്നു, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ളൊരു കട കണ്ട്, നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് നമ്മൾ ദോശയാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ചട്നിയും സാമ്പാറും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു, പക്ഷേ ടോട്ടലി വർത്ത് ഇറ്റ്. സൂപ്പറായിരുന്നു, നല്ല ദോശയായിരുന്നു. We are in Chennai. First time Chennai Central Railway Station. നമ്മൾ ഇവിടുന്ന് മെറീന ബീച്ചിൽ പോവാണ്. നമ്മളെവിടേക്കാണ് പോകുന്നത്? മറീന ബീച്ച്. ഇവിടുന്ന് നമുക്ക് ബസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ബസ് കണ്ട, ബസ്സിലാണ് പോകുന്നത്. ആൾക്കാർ നോക്കും ഗൗരി, ഡിസ്കംഫർട്ട്. ആൾക്കാർ നോക്കുമ്പോൾ ഭയങ്കര ഉറക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വോയിസ് പറയുന്നുള്ളൂ, ഭയങ്കര മടി. ഇവിടെ ഇതടിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് മെറീന ബീച്ചിൽ പോകാമെന്നാണ് വിചാരിച്ചത്. ബസ്സിൽ പോകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ നമുക്ക് ബസ് നമ്മൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് നമുക്ക് ബസ്സൊന്നും കിട്ടില്ല. പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് മെറീന ബീച്ചിലേക്ക് പോയി. അവിടെ മോർണിംഗ് തന്നെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഓട്ടോ ചേട്ടന് ഒടുക്കത്തെ സ്പീഡായിരുന്നു. ആളിങ്ങനെ ഭയങ്കര, ആളുടെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഞങ്ങളിങ്ങനെ കാണിക്കുമായിരുന്നു. ഭയങ്കര സ്പീഡിലായിരുന്നു പോയിരുന്നത്. അങ്ങനെ നല്ലൊരു റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചധികം ദൂരം നടന്നു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മെറീന ബീച്ച്. ഇത് ജസ്റ്റ് ഒരു ബീച്ചല്ല, ഇത് നമ്മുടെ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് അർബൻ ബീച്ചാണ്. അതും വേൾഡിൽ സെക്കൻഡ് ലോങ്ങസ്റ്റ് അർബൻ ബീച്ച്. എനിക്കിത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്ര അടിപൊളിയായിരുന്നു. ഏകദേശം നമ്മളൊരു 10-11 മണി ടൈമിലായിരുന്നു ഞങ്ങളവിടെ പോയത്. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. പക്ഷേ നമ്മുടെ അതിൻ്റെ ആകാശമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു പെയിൻ്റ് അടിച്ച് വെച്ച മാതിരിയായിരുന്നു. അത്ര അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഭയങ്കര ലോങ്ങസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പോർഷനിലാണ് ആളുകൾ അങ്ങോട്ട് കയറ്റി വിടുന്നത്. സൂപ്പറായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം നമ്മളങ്ങനെ ബീച്ചിൽ നിന്നു.
അങ്ങനെ നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കടകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഫുള്ള് 2 സൈഡിൽ മുഴുവനും കടകളായിരുന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഈ മീനൊക്കെ വറുത്തത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിട്ടും, പിന്നെ എന്താ പറയുക, വേറെ കുറേ ഫുഡ് ഐറ്റംസും, പിന്നെ ഡ്രസ്സുകൾ, പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് ഒരു കരിമ്പൻ ജ്യൂസാണ് കുടിച്ചത്. നല്ല വെയിലത്ത് നിന്ന് കയറി വന്നുകൊണ്ട് നമ്മൾ കരിമ്പൻ ജ്യൂസാണ് കുടിച്ചത്. അങ്ങനെ നമ്മൾ മാർക്കറ്റൊക്കെ കണ്ട് ബീച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോയപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. പിന്നെ നമ്മൾ അങ്ങനെ തന്നെ നടന്നു പോയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ MGRൻ്റെയും ജയലളിതയുടെയും മെമ്മോറിയലിൻ്റെ ഉള്ളിലേക്കാണ് വന്നതെന്ന്. പിന്നെ നമ്മൾ അവിടെയും ജസ്റ്റ് ഒന്ന് ചുറ്റി അവിടെ മൊത്തം കണ്ടു. അവിടെ നല്ല തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊരു 5 മിനിറ്റ് അവിടെ നിന്ന് അതൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ ഓട്ടോ പിടിച്ച് നമ്മുടെ MGR സെൻറ്ററിലേക്ക് പോയി. നമ്മൾ തിരിച്ച് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ഇരുന്നത്. അതിനുള്ളിൽ തന്നെ ഒരുപാട് കടകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ്സൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ പോയി എല്ലാ സ്വീറ്റ്സും നോക്കി. നല്ല റേറ്റ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ സ്വീറ്റ്സ് ഒന്നും മേടിച്ചില്ല. എല്ലാ കടകളും സ്റ്റോറുകളൊക്കെ ഇങ്ങനെ പോയി നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പുറത്തേക്ക് വേറെ എവിടേക്ക് ഇറങ്ങിയില്ല. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. മഴയൊക്കെ മാറി ചെറിയൊരു വെയിലൊക്കെ വന്നപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഉച്ചയ്ക്കുള്ള ഫുഡ് വാങ്ങി. നമ്മുടെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള ചെറിയൊരു മാർക്കറ്റിൻ്റെ ഏരിയയിൽ നിന്നാണ് നമ്മൾ ഫുഡ് മേടിച്ചത്. നമ്മൾ അവിടെ നിന്ന് ബിരിയാണിയാണ് മേടിച്ചത്. ശരിക്കും ബിരിയാണി കുഴപ്പമില്ലായിരുന്നു. എന്നാലും റൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ സൂപ്പറായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ നാട്ടിലേക്കുള്ള ട്രെയിനൊക്കെ കയറി. ദീപാവലി ആയതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പടക്കങ്ങളൊക്കെ പൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ലൈറ്റും പടക്കങ്ങളൊക്കെ ആയിരുന്നു ട്രെയിനിലിരിക്കുമ്പോൾ. പിന്നെ രാത്രി നമ്മൾ കിടന്നുറങ്ങി. രാവിലെയായിരുന്നു തൃശ്ശൂർ എത്തിയത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ സെക്കൻഡ് സ്റ്റാൻഡിലെത്തി. പിന്നെ ബസ്സൊക്കെ കയറി വീട്ടിൽ പോയി. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ജേണി, പഞ്ചാബ് ടു ചെന്നൈ ആൻഡ് ചെന്നൈ ടു ഹോം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും കൂടി അമർത്തിയാലാണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. സോ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. സ്റ്റേ ഹാപ്പി.